ഹൻസിബ നൽകിയ പരാതിയിലെടുത്ത കേസിൽ ടിനി ടോമിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കടവന്ത്ര പോലീസ് എടുത്ത കേസിലാണ് ജാമ്യം ഇപ്പോൾ കോടതി അനുവദിക്കുന്നത്. രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ടിനി ടോമിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. മാത്രമല്ല, ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ, ഈ പരാതിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ കേസെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒട്ടേറെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യം എങ്ങനെയാണ്? ഹൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടൻ ടിനി ടോമിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇതിൽ കേസെടുത്തത്. ഹൻസിബ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നതാണ്. അതായത് തന്നെ ഇത്തരത്തിൽ വർഗീയമായി അധിക്ഷേപിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് ഈ ടിനി ടോമിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, തന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഹൻസിബ പരാതിയായി നൽകിയിരുന്നത്. ഇതിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു കടവന്ത്ര പോലീസ്. അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ആ കേസ് പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ കേസ് തീർപ്പാക്കിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയത് പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന എലമെന്റ് ഇതിലുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയും എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അപൂർണമാണ്. ഈ അലിഗേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് എന്ന നിരീക്ഷണവും കോടതി നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത്തരത്തിൽ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, വർഗീയമായി അധിക്ഷേപിച്ചു എന്നടക്കമുള്ള വകുപ്പുകളുണ്ട്. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടിയാണ് ടിനി ടോം കോടതിയെ സമീപിച്ചത്, സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളും അതിന്റെ ഇൻവെസ്റ്റിഗേഷനും ഈ അലിഗേഷൻ സംബന്ധിച്ചുള്ള ആരോപണത്തിന്റെ തെളിവ് ശേഖരണവും ഒക്കെയായി മുന്നോട്ട് പോകുന്നു എന്നതാണ് കടവന്ത്ര പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.